ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL തിരിച്ചു വരുമ്പോഴുള്ള പ്ലേയിങ് 11 എങ്ങനെയായിരിക്കും? ജസ്റ്റ് ലുക്ക് ഔട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ബി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ഫുട്ബോൾ അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മിസ്റ്റർ ഫുട്ബോൾ ടോക്സ് എന്ന പേരിൽ. സോ അതിനോട് തന്നെ ഇതിൽ മിനിമം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ മുതൽ തന്നെ ഫുട്ബോൾ റിലേറ്റഡ് കണ്ടൻസ് എല്ലാം ആ ഒരു ചാനലിൽ മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ ISL തിരികെ എത്തുമ്പോൾ 2023 ISLൻ്റെ ടേബിൾ ടോപ്പേഴ്സായി അവസാനിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഒട്ടേറെ ഭാരിച്ച ചുമതലകൾ തന്നെയാണ് വരാനിരിക്കുന്ന മത്സരങ്ങളിലും കാത്തു സൂക്ഷിക്കേണ്ടത്. ആരാധകരുടെ അടക്കം പ്രീതി പിടിച്ചു പറ്റേണ്ടത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ അനിവാര്യം തന്നെയാണ്. സൂപ്പർ കപ്പിൽ ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങിയ കേരളത്തിൻ്റെ കൊമ്പന്മാർ അവസാന 2 മത്സരങ്ങളിലും തുടർച്ചയായ തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കലിംഗ സൂപ്പർ കപ്പിൽ നിന്നും വളരെ ദയനീയമായി പുറത്താക്കപ്പെട്ടത്. അതിനാൽ തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സിന് മുൻപിലുള്ളത്, അല്ലെങ്കിൽ ഇവാൻ വുക്കോമനോവിച്ചിന് മുൻപിലുള്ളത് ISL കിരീടം, ആദ്യ ISL കിരീടം തന്നെയാണ്. നമുക്കറിയാം, എഡ്രിയാൻ ലൂണ, ക്വാമി പ്രോ തുടങ്ങിയ താരങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ നിന്ന് പരിക്കിൻ്റെ പിടിയിലായി പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ബ്രൈസ് മിറാണ്ട, വിദ്യാസാഗർ സിംഗ് തുടങ്ങിയ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്തിട്ടുമുണ്ട്. അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിശൈലിയിലും കാര്യമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രോബബിൾ പ്ലേയിങ് 11ൻ്റെ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ 4-4-2 ഫോർമേഷൻ ആയിരിക്കും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ വുക്കോമനോവിച്ചാണ് നിരത്താൻ പോകുന്നത്. 4 ഡിഫൻസിനൊപ്പം 4 മികച്ച മിഡ്ഫീൽഡേഴ്സിന് ഒപ്പം 2 മികച്ച ഗോൾ വേട്ടക്കാർ കൂടി ചേരുന്ന ലൈനപ്പായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കാൻ പോകുന്നത്. ഗോൾ പോസ്റ്റിൽ മലയാളി താരം സച്ചിൻ സുരേഷ് ആയിരിക്കും. ഡിഫൻസിൽ ഫോറിൻ താരങ്ങളായിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ചും മിലോസ് ഡ്രിൻസിച്ചും ഒരേ സമയം ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായേക്കാം. ഇവർക്കൊപ്പം യുവതാരങ്ങളായിട്ടുള്ള നവാച്ച സിംഗും സന്ദീപ് സിംഗുമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൻ്റെ കാവൽക്കാർ. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ KP, മുഹമ്മദ് ഐമൻ, ഡാനിഷ് ഫറൂഖ് എന്നിവർക്കൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ജാപ്പനീസ് മിഡ്ഫീൽഡറായിട്ടുള്ള ഡെയ്സുഗി സക്കായ് കൂടി എഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ ആ ഒരു 11ലേക്ക് എത്തിയേക്കാം. ഒപ്പം ഗോളുകൾ അടിച്ചുകൂട്ടാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടത് ഇത്തവണ ദിമിത്രോസ് ഡയമന്തക്കോസിനൊപ്പം യുവതാരം സൂപ്പർ സബ് ഇഷാൻ പണ്ഡിതയായിരിക്കും. ടീമിലേക്ക് ഏറ്റവും റീസെൻ്റ് എത്തിയ ഫെഡോർ സൊർണേജ്, ഇമാനുവൽ ജസ്റ്റിൻ തുടങ്ങിയ താരങ്ങൾ ആദ്യ 1-2 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ടീമുമായുള്ള കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യാൻ ഉൾപ്പെടെ ഡ്യൂറൻ കപ്പിലും സൂപ്പർ കപ്പിലും 2 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ടീമുമായി കുറച്ച് സെറ്റാകാൻ വേണ്ടി 2 താരങ്ങളും ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായേക്കില്ല. അങ്ങനെയാണെങ്കിൽ ദിമിത്രോസ് ഡയമന്തക്കോസിനൊപ്പം സൂപ്പർ സബായിട്ടുള്ള ഇഷാൻ പണ്ഡിതായിരിക്കും 11ലേക്ക് എത്താൻ പോകുന്നത് ഫോർവേഡ്സിൽ. സോ ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.